മലയാളത്തിലെ അടുത്ത വലിയ സിനിമയായിട്ടാണല്ലോ L2 എമ്പുരാൻ എന്ന സിനിമയുടെ വർക്കുകളും ഷൂട്ടിംഗ് എല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ ലാലേട്ടൻ നായകനെത്തുന്ന എമ്പുരാൻ അടുത്ത വർഷമാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ലൂസിഫർ എന്ന സിനിമയുടെ രണ്ടാം ഭാഗമായിട്ട് വരാനിരിക്കുന്ന L2 എമ്പുരാൻ എന്ന സിനിമയിൽ ലാലേട്ടൻ, പൃഥ്വിരാജ്, ടൊവിനോ തോമസ്, ഇന്ദ്രജിത്ത്, മഞ്ജു വാര്യർ തുടങ്ങി വലിയൊരു താരനിര തന്നെ ആദ്യ ഭാഗത്തിൽ ഇതുപോലെ തന്നെ ഭാഗമാണല്ലോ. ആദ്യ ഭാഗത്തിൽ ജതിൻ രാംദാസ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ടൊവിനോയ്ക്ക് വൻ കയ്യടി തന്നെയായിരുന്നല്ലോ തിയേറ്ററുകളിൽ ലഭ്യമായത്. ആദ്യ ഭാഗത്തിൽ ലാലേട്ടനുമായിട്ട് കോമ്പിനേഷൻ സീൻസ് ഇല്ലാതിരുന്ന ടൊവിനോ തോമസിന് രണ്ടാം ഭാഗത്തിൽ കോമ്പിനേഷൻ സീൻസ് ഉണ്ട് എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ടൊവിനോ. സമീപകാലത്ത് AR എന്ന സിനിമയുടെ പ്രൊമോഷൻ വേളയിലാണ് ഇക്കാര്യം ടൊവിനോ തോമസ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഗുജറാത്തിൽ പെയ്ത വൻ മഴയെ തുടർന്ന് ചിത്രീകരണം തടസ്സപ്പെട്ട എമ്പുരാൻ എന്ന സിനിമയുടെ അടുത്ത അപ്ഡേറ്റുകൾ മണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. കാത്തിരിക്കൂ കൂടുതൽ അപ്ഡേറ്റുകൾക്ക്. ലാലേട്ടന്റെ 2 സിനിമകളാണല്ലോ ഇക്കഴിഞ്ഞ ഓഗസ്റ്റ്, ജൂലൈ മാസങ്ങളിലായിട്ട് റിലീസ് ചെയ്തത്. അതിൽ ആദ്യം തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത ദേവദൂതൻ എന്ന സിനിമ വൻ വരവേൽപ്പാണല്ലോ തിയേറ്ററുകളിൽ നേടിയെടുത്തത്. ഇപ്പോഴത്തെ സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് ഡീറ്റെയിൽ കളക്ഷൻ പുറത്തു വരുമ്പോൾ 5,40,00,000 സിനിമയുടെ വേൾഡ് വൈഡ് ഫൈനൽ ഗ്രോസ് എത്തപ്പെട്ടിരിക്കുകയാണ്. ഇതിൽ കേരളത്തിൽ 4,25,00,000 സിനിമയുടെ ഗ്രോസ് എങ്കിൽ കേരളത്തിന് പുറത്ത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ 50 ലക്ഷവും വിദേശ രാജ്യങ്ങളിൽ 65 ലക്ഷവുമായിരുന്നു സിനിമയുടെ ഗ്രോസ് കളക്ഷൻ. ഒരു മലയാളം സിനിമയുടെ റിലീസിൽ റെക്കോർഡ് വിജയം നേടിയെടുക്കുന്ന സിനിമയായിട്ട് ദേവദൂതൻ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഒപ്പം ഏകദേശം 2 കോടിയിലേറെ തിയേറ്റർ ഷെയറാണ് 30 ലക്ഷം രൂപ മുടക്കി തിയേറ്ററുകളിലേക്ക് എത്തിച്ച ദേവദൂതന്റെ റിലീസ് പതിപ്പ് നേടിയെടുത്തിരിക്കുന്നത്. ദേവദൂതനേക്കാൾ കൂടുതൽ കളക്ഷൻ പ്രതീക്ഷിച്ച ഒരു റിലീസ് പതിപ്പായിരുന്നു മണിച്ചിത്രത്താടിന്റെതെങ്കിൽ പോലും നിലവിലെ ട്രെൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ അധികം ഇനി സിനിമ ഓടില്ല എന്നാണ് നാം മനസ്സിലാക്കുന്നത്. മണിച്ചിത്രത്താടിന്റെ 16 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് 4,40,00,000 ഇതിൽ 3 കോടിയും കേരളത്തിൽ നിന്നുള്ള ഗ്രോസ് കളക്ഷനാണ്. സ്വർഗചിത്ര അപ്പച്ചൻ പുറത്തുവിട്ട ബഡ്ജറ്റ് പ്രകാരം ദേവദൂതനേക്കാൾ വൻ ബഡ്ജറ്റ് ആയിരുന്നു സിനിമയുടെ റിലീസ് പതിപ്പിന് ഉണ്ടായിരുന്നത്. 1 കോടി ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിച്ച സിനിമ കേരളത്തിൽ മാത്രം 1 കോടിയിലേറെ ഷെയർ കളക്ഷൻ പിന്നിട്ടതോടെ സിനിമ തിയേറ്ററുകളിൽ വിജയിച്ചിരിക്കുകയാണ്. എങ്കിൽ പോലും ക്ലാഷ് റിലീസുകൾക്കിടയിൽ തിയേറ്ററുകളിലേക്ക് എത്തിയത് കൊണ്ട് നഷ്ടമാക്കിയത് 5-10 കോടി റേഞ്ചിൽ കളക്ഷനാണ്. എന്തായാലും സിനിമയുടെ ഫൈനലും അടുത്ത ദിവസങ്ങളിൽ വരും. കൂടുതൽ കളക്ഷൻ ഇനി പ്രതീക്ഷിക്കുന്നില്ല. കാത്തിരിക്കൂ കൂടുതൽ വീഡിയോകൾക്ക്.